എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുവന്നുള്ളി ഫ്രൈഡ് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതുണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നമ്മളിതിൽ വേറെ മുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, വിനാഗിരി ഓർ ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. ഓക്കെ, എന്നിട്ടൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ചൂടാകുമ്പോൾ ഇതുപോലെ വറുത്തെടുക്കുക. ഇത് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ട് വറുത്തെടുക്കണ്ട കേട്ടോ. നമുക്കിതൊരു ഹാഫ് ഫ്രൈ മതി, അത്രേ വേണ്ടൂ കേട്ടോ. നമ്മളിത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടെ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുവന്നുള്ളി ചിക്കൻ ആണല്ലോ, ചുവന്നുള്ളിയാണ്. അപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് വറുക്കേണ്ട, എണ്ണ കൂടുതലുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഇതുപോലെ ചതച്ച് വെച്ച ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വേപ്പിലയും കൂടിയിട്ട് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. കരിഞ്ഞു എന്നൊന്നും തോന്നണ്ട കേട്ടോ. ഇതിങ്ങനെ ഇളക്കി നമ്മൾ എടുക്കുമ്പോൾ ഇതിലെ വെള്ളം കൊണ്ടൊക്കെ ഇതിങ്ങ് ഇതായിപ്പോരും, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതുപോലെ അങ്ങോട്ട് ഇതിലേക്ക് മിക്സ് ആയിക്കോളുണ്ടാ. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്താ പറയുക, നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ നമ്മുടെ. പിന്നെ നമ്മൾ ഈ ഇതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളി. പക്ഷേ ഈ ചുവന്നുള്ളിക്ക് ഉണ്ടല്ലോ, നമ്മൾ സവോള ചേർത്ത് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്നതിനേക്കാളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചുവന്നുള്ളിയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഞാൻ എല്ലായ്പ്പോഴും അല്ല, വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ടേസ്റ്റാണ്. പക്ഷേ ചുവന്നുള്ളി നന്നാക്കി എടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, മടിയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാറി ഉണ്ടാക്കാറുണ്ട്. ഇനി നമ്മുടെ ഈ ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്ന ഈ സമയത്തുണ്ടല്ലോ, ഈ സമയത്താണ് നമ്മുടെ ഈ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി, നേരത്തെ നമ്മൾ കാശ്മീരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി, എരിവ് നന്നായി വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കളറൊക്കെ ഇതുപോലെയായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴിച്ചിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് മിക്സായിട്ട് വരൂലേ, ആ സമയം വരെ നമ്മളൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കയ്യിൽ വെച്ചൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുത്ത് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ ഒരു അപാര ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കും നമ്മൾ ഇരുന്നിട്ട്, അത്രയും ടേസ്റ്റാണ്. നോക്കി എന്താ ഒരു ടേസ്റ്റ്. അപ്പോൾ ഭംഗി അല്ല, എനിക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇതേ രീതിയിലുള്ള ചിക്കനായിട്ട് കേട്ടോ. ഒരു റോസ്റ്റാണത്, ഗ്രേവി ഒരുപാടില്ല, അങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതുപോലെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.